എൻ്റെ പേര് രാജേഷ്. സ്ഥലം കൂടുതലുള്ളത് ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കളാണ്. നമ്മൾ സഹായിക്കുന്നതിന് വേണ്ടി നമ്മളൊരു നേപ്പാളി ഫാമിലിയെ വെച്ചിട്ടുണ്ട്. ഇത് ജേഴ്സി HF ക്രോസ് ആണ്. കറവെന്ന് പറയുന്നത് നമ്മൾ കൈ കൊണ്ട് തന്നെ കറക്കുന്നത്, മെഷീനൊന്നുമില്ല, നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് കറക്കുന്നത്. ഞാൻ ഫാം കഴിഞ്ഞിട്ട് ഒരു 5-6 വർഷത്തോളമായി. ഇത് ഗീർ ഇനത്തിൽപ്പെട്ടതാണ്. ഇത് മലബാർ ഇനത്തിൽപ്പെട്ട ആടുകളാണ്. ഇതിപ്പോൾ പാല് കൊടുക്കാറൊന്നുമില്ല, കുട്ടികൾക്ക് തന്നെ കൊടുക്കുകയാണ് നമ്മൾ പതിവ്. ജോലിയോടൊപ്പം അധിക വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഉത്തമ മാതൃകയാണ് രാജേഷ് ഏട്ടൻ്റെ കന്നുകാലി ഫാം. കന്നുകാലികളെ പരിപാലിക്കുന്നതും ഫാം വൃത്തിയാക്കുന്നതിനുമായി അദ്ദേഹം ഒരു നേപ്പാളി കുടുംബത്തെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. എൻ്റെ പേര് രാജേഷ്. സ്ഥലം കഞ്ഞിക്കുഴി മാരാരിക്കുളം മിൽമ സൊസൈറ്റി അടുത്താണ്. ഞാൻ ഫാം കഴിഞ്ഞിട്ട് ഒരു 5-6 വർഷത്തോളമായി. കൂടുതലുള്ളത് ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കളാണ്. ജേഴ്സി ഉണ്ട്, HF ഉണ്ട്, ഗീറുണ്ട്, ഗീർ ക്രോസ് ഉണ്ട്. ഇത്രയും ഇനം പശുക്കളാണ് ഇപ്പോൾ നമ്മുടെ ഫാമിലുള്ളത്. നമ്മൾ സഹായിക്കുന്നതിന് വേണ്ടി നമ്മളൊരു നേപ്പാളി ഫാമിലിയെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ സഹായിക്കാറുണ്ട്. കറവെന്ന് പറയുന്നത് നമ്മൾ കൈ കൊണ്ട് തന്നെ കറക്കുന്നത്, മെഷീനൊന്നുമില്ല, നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് കറക്കുന്നത്. വെളുപ്പിന് 5 മണിയാകുമ്പോൾ കറക്കുന്നുണ്ട്, കറക്കാൻ തുടങ്ങും. 6 മണി കഴിയുമ്പോൾ മിൽമ സൊസൈറ്റിയിൽ എത്തിക്കുകയാണ് ഒരു പതിവ്. പൂർണ്ണമായും മിൽമ സൊസൈറ്റി തന്നെ കൊടുക്കുന്നത്. രാവിലെ കറവ കഴിഞ്ഞാണ്, രാവിലെ വെളുപ്പിന് 5 മണിയാകുമ്പോൾ കറക്കാൻ തുടങ്ങും. 5 മണി കഴിയുമ്പോൾ കറന്നതിന് ശേഷം 6 മണിയാകുമ്പോഴാണ് ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നത്. ഫുഡ് പെല്ലറ്റുണ്ട്, അതുപോലെ തന്നെ ചോളത്തിൻ്റെ വേസ്റ്റ് ഉണ്ട്, പിന്നെ കപ്പപ്പൊടി, ഇതാണ് നമ്മൾ ഇത്രയാണ് കൊടുക്കുന്നത്. കുട്ടികൾക്ക് കേരള ഫീഡ്സിൻ്റെ കാൽത്തീറ്റയാണ് കൊടുക്കുന്നത്. ഇത് ജേഴ്സി HF ക്രോസ് ആണ്. ഇത് ഗീർ ഇനത്തിൽപ്പെട്ടതാണ്. നല്ല സ്നേഹം ഉള്ള, നമ്മളായിട്ട് പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു ടൈപ്പ് പശുവാണിത്. ഇത് ജേഴ്സി പശുവാണ്. ഇത് ജേഴ്സി HF ക്രോസ് ആണ്. ഈ സൈഡിൽ നിൽക്കുന്നതൊക്കെ ശനായിട്ട് നിൽക്കുന്നതാണ്, ഈ സൈഡിലുള്ളതാണ് കറവ. ഇത് ജേഴ്സിയാണ്. ഇത് HF, പ്യൂർ HF ആണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി പ്രസവിച്ചതാണ്. ഇതൊക്കെ ജേഴ്സി തന്നെയാണ്. ഇതൊക്കെ ഇത് ഗീറിൻ്റെ കുട്ടിയാണ്. സാധാരണ ഫാമുകളിൽ നേരിടുന്ന രൂക്ഷഗന്ധമോ വൃത്തിഹീനമായ അന്തരീക്ഷമോ അല്ല രാജേഷ് ഏട്ടൻ്റെ കന്നുകാലി ഫാമിൽ. പശു ഫാമിന് പുറമെ 10-12 ആടുകളെ ഉൾക്കൊള്ളുന്ന ഒരു ആട് ഫാമും ഇവർക്കുണ്ട്. മലബാർ ഇനത്തിൽപ്പെട്ട നാടൻ ആടുകളെയാണ് വളർത്തുന്നത്. ഒരു പ്രസവത്തിൽ തന്നെ 3-4 കുഞ്ഞുങ്ങൾ ലഭിക്കുന്ന ഒരിനം ആടാണ് മലബാറി. കുഞ്ഞുങ്ങളെ ആവശ്യക്കാർക്ക് കൊടുക്കുന്നത് വഴി ആദായം കണ്ടെത്തുന്നു. ആട്ടിൻപാൽ ആട്ടിൻകുട്ടികൾക്ക് തന്നെ നൽകുന്നതിനാൽ ആരോഗ്യമുള്ള ആട്ടിൻകുട്ടികളെ ഇവിടെ നിന്നും വാങ്ങാനാകും. മലബാർ ഇനത്തിൽപ്പെട്ട ആടുകളാണ്. ഇതിപ്പോൾ ഇവരുടെ ആദ്യ പ്രസവത്തിലുള്ള കുട്ടികളാണ് ഈ നിൽക്കുന്നത്. നേരത്തെ കുറേ കൂടുതൽ കുട്ടികളുണ്ടായിരുന്നു, ഇപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ. ബാക്കികളൊക്കെ നമ്മൾ സെയിലായി. ഇനി നമ്മൾ കൂടുതൽ തുടങ്ങാനുള്ള ഒരു പ്ലാൻ കൂടിയുണ്ട്. ഇതിപ്പോൾ 2 ലിറ്ററിൻ്റെ അടുത്തൊക്കെ പാല് കിട്ടുന്നതാണ്. നമ്മൾ പാല് കൊടുക്കാറൊന്നുമില്ല, കുട്ടികൾക്ക് തന്നെ കൊടുക്കുകയാണ് നമ്മൾ പതിവ്. അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി അവർക്ക് തന്നെ കൊടുക്കുകയാണ് പതിവ്. നമ്മളിപ്പോൾ പുല്ല് ഐറ്റംസാണ് കൂടുതൽ തന്നെ കൊടുക്കുന്നത്. പിന്നെ പ്ലാവിലകൾ കൊടുക്കാറുണ്ട്,
കൂടുതലും പുല്ല് തന്നെ കൊടുക്കുന്നത്. പുല്ല് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അത് വില പ്രശ്നങ്ങളൊന്നുമില്ല. ഇവരുടെ തറകൾ ഇട്ടിരിക്കുന്നത് തടി കൊണ്ടാണ്. അവർ നിൽക്കുന്നതിന് തറ നല്ല എപ്പോഴും തടി തന്നെയാണ് നല്ലത്. ഇവിടുത്തെ ചാണകവും ഗോമൂത്രവുമെല്ലാം ഇപ്പോൾ ഇവരുടെ തന്നെ കൃഷിയിടങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. വൈകാതെ യന്ത്രസഹായത്താൽ ചാണകവും ആട്ടിൻ കാഷ്ടവും സംസ്കരിക്കുന്ന ഒരു സംവിധാനം നടപ്പിലാക്കാൻ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫാമിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുകയാണെങ്കിൽ എൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ പറഞ്ഞു തരുന്നതാണ്.